വിയർപ്പും കണ്ണീരും പൊട്ടിച്ചിരികളാക്കിയ അധ്വാനശീലരുടെ സ്വപ്നഭൂമിയായിരുന്നു ഇവിടം. മലമ്പനിയെയും കാട്ടുമൃഗങ്ങളെയും തോൽപ്പിച്ച് അവരിവിടെ പൊന്നു വിളയിച്ചു. നമ്മുടെ വിദേശ നാണ്യത്തിന്റെ ലിസ്റ്റ് ഈയിടെ റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ചില്ലേ? അത് ഈ പാവങ്ങളുടെ അധ്വാന ഫലമായിരുന്നു. പക്ഷേ ഇവർക്ക് പൗരാവകാശങ്ങളില്ല. ഇവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല, ചികിത്സിക്കാൻ ആശുപത്രിയില്ല. രണ്ടാം തരം പൗരന്മാർ. ഇന്നിവരെ ശല്യം ചെയ്യാൻ കാട്ടുമൃഗങ്ങളില്ല. പകരത്തിന് പുതിയ തരം മൃഗങ്ങൾ, അധികാരവർഗങ്ങൾ. ഇതാണ് ആദ്യത്തെ വെടികൊണ്ട് വീണ വർഗീസിന്റെ വീട്. വിവാഹപ്രായമെത്തിയ 2 പെൺകുട്ടികളാണ് വർഗീസിനുണ്ടായിരുന്നത്. അവരും മരിച്ചു. ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ ആരാണ് അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാവുക? ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. അവിടെ നിന്നാണ് DIG ആന്റണി വെടിവെക്കാൻ ഉത്തരവിട്ടത്. ഈ കുടലിനരികിൽ വെച്ചാണ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിനെ ഞാൻ കുത്തിയത്. മൂന്ന് തവണയുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരാണിവർ. പക്ഷെ തകർന്നുപോയി. ഇവരുടെ മൺചട്ടിയും മൺകലവും വരെ പോലീസ് ക്യാമ്പുകളിൽ റിഡക്ഷൻ സെയിൽ നടത്തി. ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ എവിടെ? വരൂ, കാണിച്ചു തരാം.